സ്വാഗതം ചതുരംഗത്തിലേക്ക്. ചതുരംഗത്തിൽ നമ്മൾ ഒട്ടേറെ സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇത്തവണയും ചർച്ച ചെയ്യുന്നത്. അത് നമ്മുടെ പൊതുഗതാഗത സംവിധാനമായ KSRTCയെക്കുറിച്ചാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമുക്കായി അതിഥിയായി എത്തിച്ചേരുന്നത് ശ്രീ P. കൃഷ്ണകുമാർ, റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ ഉൾപ്പെടെ പൊതുരംഗത്ത് സജീവമായി നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ അഡ്വക്കേറ്റ് രവി പ്രകാശ്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗം കൂടിയാണ്. രണ്ടുപേരും പൊതുഗതാഗത സംവിധാനവുമായി ഒപ്പം തന്നെ KSRTCയെക്കുറിച്ചുമെല്ലാം കൃത്യമായി അറിയുന്നവരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നവരുമാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരുമ്പോൾ ശ്രീ കൃഷ്ണകുമാർ, നമുക്കറിയാം ആനവണ്ടി എന്ന പേരിൽ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ പൊതുഗതാഗത സംവിധാനം, എത്രയോ കാലം എത്രയോ ആളുകൾ ആശ്രയിച്ചു കൊണ്ടിരുന്ന ആ പൊതുഗതാഗത സംവിധാനം ഇപ്പോൾ ഒരുപാട് നിരാശയുടെ കണങ്ങളാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. അല്ലെങ്കിൽ ഇതിനെ ആശ്രയിക്കണോ എന്ന ഒരു ചിന്ത വരുന്നു. അതല്ല, വളരെ ഭംഗിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ KSRTC എത്രമാത്രം മലയാളികൾ ആശ്രയിച്ചിരുന്നായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ കാലം മാറി. ഇപ്പോൾ ശമ്പള പ്രതിസന്ധി ഉൾപ്പെടെയായി കട്ടപ്പുറത്ത് എന്നൊരു വാക്ക് പറയാറുണ്ട് KSRTC. ആ നിലയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്തായിരിക്കും കാരണം? KSRTC വലിയ പ്രതിസന്ധികളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. പൊതുഗതാഗത രംഗത്ത് പ്രത്യേകിച്ചും കേരളത്തിൽ നമുക്ക് വളരെ വലിയ ഒരു മാതൃകയായിട്ട് ഉയർത്തി കാണിക്കാവുന്ന ഒരു വളരെ നല്ല ഒരു പൊതുഗതാഗത സംവിധാനം സർക്കാർ ഉടമസ്ഥതയിൽ തന്നെ KSRTCയിലൂടെ ഇവിടെ നിലവിലുണ്ടായിരുന്നു. ഒരുപാട് ജനങ്ങൾ അതിനെ വളരെ വിശ്വാസപൂർവ്വം ആശ്രയിച്ചിരുന്നു. നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതിനെ വിശ്വസിച്ച് ഇതായിക്കൊണ്ട് നമുക്ക് കൃത്യസമയത്ത് ആ വണ്ടി വരികയും നമുക്ക് കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ ഉറപ്പായിട്ട് സാധിക്കുമെന്നുള്ള രീതിയിൽ, അതുപോലെ സ്ഥിരമായിട്ട് ആ ഒരു ബസ്സിൽ സ്ഥിരം ഓടുന്ന ജീവനക്കാരും യാത്രക്കാരും തമ്മിലൊക്കെയുള്ള വളരെ അടുത്ത ബന്ധങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ആ കാലത്തുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ തന്നെ കണ്ടറിയാം, പലപ്പോഴും ബസ്സുകളായിട്ട് അവർ കാണിക്കാറുള്ള അന്നൊക്കെ KSRTC ആയിരുന്നു. അതിൻ്റെ കാരണം അന്ന് അത്രമാത്രം ജനകീയമായിരുന്നു. ഈ കേരള സംസ്ഥാനത്തിൻ്റെ ഒരുവിധം എല്ലാ മുക്കുമൂലയിലൊക്കെ ഈ വണ്ടികൾ എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ കാലക്രമേണ പലവിധ കാരണങ്ങളെ കൊണ്ട് KSRTCയുടെ പ്രവർത്തനം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടായത്. അതിലിപ്പോൾ ഏറ്റവും അവസാനം ഈ കോവിഡ് ഒക്കെ എൻ്റെ ഒരു കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു വലിയ തിരിച്ചടി, അതിപ്പോൾ സ്വകാര്യ ബസ് മേഖലയിലേക്ക് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ KSRTCയെയും അതൊരു വലിയ തോതിൽ അത് ബാധിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചും KSRTCയുടെ ഇന്നത്തെ ഒരവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ മുകേഷ് ലാൽ സൂചിപ്പിച്ച പോലെ തന്നെ ശമ്പളവും പെൻഷനൊക്കെ കൊടുക്കാൻ തന്നെ വലിയ പ്രതിസന്ധിയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന, എല്ലാ മാസവും സർക്കാരിൽ നിന്ന് വലിയൊരു കോടിക്കണക്കിന് രൂപ ഒരു ധനസഹായം ലഭിച്ചെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന, അതിന് അന്നാന്ന് ഡീസൽ അടിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി നമുക്ക് അതിനെക്കുറിച്ച് വളരെ എല്ലാവരും തുറന്ന മനസ്സോടുകൂടി, അതിനെ മറ്റു രീതിയിലൊന്നും കാണാതെ അതിൻ്റെ ജീവനക്കാരായാലും സർക്കാരായാലും പൊതുജനങ്ങളായാലും ഒക്കെ തുറന്ന മനസ്സോടുകൂടി അത്തരത്തിലൊരു പഠനത്തെ സ്വാഗതം ചെയ്യുകയും ആ ഒരു പഠനത്തിൽ കാണുന്ന പോരായ്മകൾ, എവിടെയൊക്കെയാണ് വീഴ്ചകളുള്ള, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത്, അതൊക്കെ നടപ്പിലാക്കി നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഒരു പൊതുഗതാഗത സംവിധാനം അത് സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മുൻകൈയിലായാൽ പോലും ഏതൊരു നാടിനും സുസ്ഥിര വികസനത്തിൻ്റെ നിലനിൽപ്പിനൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് KSRTC അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാലത്ത് വളരെ അഭിമാനമായിരുന്ന ഒരു സർവീസാണ്. അത് ആ നിലയിൽ തന്നെ തുടരണം തന്നെയാണ് യാത്രക്കാർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് വേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഇന്നിപ്പോൾ നമുക്കറിയാം, ബസ്സുകൾ, ഒരു പഴയ ബസ്സുകൾ മാറ്റുമ്പോൾ പുതിയ ബസ്സുകൾ ഇറക്കാൻ പോലും കഴിയാതെ, അല്ലെങ്കിൽ നിലവിലുള്ള അവർ ഓടിയിരുന്ന പല റൂട്ടുകളും പല സർവീസുകൾ അവർക്ക് കൊണ്ടു നടക്കാൻ കഴിയാതെ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ബസ്സുകളുടെ എണ്ണം കുറയുക, അങ്ങനെ കാലക്രമേണ യാത്രക്കാർ പതുക്കെ നമുക്ക് കൃത്യമായി പോകാവുന്ന സർവീസ്, നമുക്ക് വിശ്വസിച്ച് പോകാവുന്ന സർവീസ് കിട്ടാതാവുമ്പോൾ അവർ ബദൽ മാർഗ്ഗങ്ങൾ നേടുകയും അങ്ങനെ യാത്രക്കാർ കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്നത്. ഇതൊരിക്കലും അഭികാമ്യമല്ല. KSRTCക്ക് വലിയൊരു പങ്ക് ഇവിടെ വഹിക്കാനുണ്ട്, നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിൽ വഹിക്കാനുണ്ടെന്നുള്ളത് തർക്കമില്ലാത്ത വസ്തുതയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ പല സ്ഥലങ്ങളിലും നോക്കുകയാണെങ്കിലും പൊതുഗതാഗതം എപ്പോഴും ലാഭത്തിൽ തന്നെ ആയിരിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും നഷ്ടത്തിലാണ്. സർക്കാരുകളിലേക്ക് സഹായത്തോടു കൂടി തന്നെയാണ് ഇത് നിലനിർത്തേണ്ടത്, അതിലും നമുക്ക് സംശയമില്ല. പക്ഷെ അത് എത്രത്തോളം ആവാം, ഈ സഹായം അല്ലെങ്കിൽ ഈ താങ്ങ് പൊതുജനങ്ങൾ കൊടുക്കുന്നത്
കൊടുക്കുന്നത് എത്രത്തോളമാവാം, അതിന് തക്കതായ സർവീസ് അല്ലെങ്കിൽ സേവനം, ഗതാഗത സേവനം ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ, അതിലാണ് കേരളം ഇന്നിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അല്ലാതെ സഹായം നൽകുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് ആ സഹായം എടുക്കുമ്പോൾ അതൊരു പ്രായോഗികമാണോ, ഒരു ലോജിക്കലായിട്ടുള്ള സഹായമാണോ നമ്മൾ സ്വീകരിക്കുന്നത്, ആ സഹായത്തിന് അനുസൃതമായിട്ടുള്ളൊരു സേവനം ജനങ്ങൾക്ക് ഇന്ന് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ, ഈ രണ്ട് കാര്യങ്ങളിൽ വളരെ ഒരു ആത്മപരിശോധന KSRTC നടത്തേണ്ടതുണ്ട്. അവരുടെ മെച്ചപ്പെട്ട സർവീസുകളും കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങളും ലഭ്യമാക്കണം എന്ന് തന്നെയാണ്. അതിപ്പോൾ സ്വകാര്യ മേഖലയിലെ ബസ്സുകളായിട്ടുള്ള അല്ലെങ്കിൽ ആ സർവീസുമായിട്ടുള്ള ഒരു അനാവശ്യമായിട്ടുള്ള മത്സരം അങ്ങനെയൊന്നും ആവശ്യമില്ല. KSRTCയും ഇവിടുത്തെ സ്വകാര്യ ബസ് സർവീസുകളും എല്ലാം പരസ്പരം കൈകോർത്തുകൊണ്ട് ഒരു വലയുടെ കണ്ണികൾ പോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ആത്യന്തികമായിട്ട് സർവീസ് ലഭിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ആ രീതിയിലുള്ളൊരു തുറന്ന കാഴ്ചപ്പാടോടുകൂടിയ ഒരു സമീപനമാണ് എല്ലാ ഭാഗത്തുനിന്നും ഇത് ഉണ്ടാവേണ്ടത്. തീർച്ചയായിട്ടും KSRTCയും പൊതുഗതാഗതവും നിലനിൽക്കണം എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത ആവശ്യമാണ്. അത് വളരെ നമ്മുടെ ഭാവിക്ക് അത്യന്താപേക്ഷിതവുമാണ്. ശ്രീ അഡ്വക്കേറ്റ് രവി പ്രകാശ്, താങ്കൾ ഈ പൊതുഗതാഗതത്തെക്കുറിച്ചും അതുപോലെ തന്നെ KSRTCയെക്കുറിച്ചും എല്ലാം കൃത്യമായി പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഈ KSRTC ഞാൻ പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ പ്രതിസന്ധികളിലൂടെ പോകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രതിസന്ധി ഉണ്ട്. കാരണം KSRTC ഇതൊരു കോർപ്പറേഷനാണ്, ഇതൊരു കമ്പനിയാണ്. സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എന്ത് പറയുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ഒരു സാമ്പത്തിക വിശകലനം നടത്തുക. അതിൽ പൊതുവെ നമ്മൾ പറയുക, ഈ വർക്കിംഗ് ക്യാപിറ്റലിന് ലോൺ എടുക്കരുത് എന്നാണ് പറയുക. ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ ലോണില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ KSRTCക്ക് വർക്കിംഗ് ക്യാപിറ്റലിന്, അതായത് സാലറി കൊടുക്കാൻ അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കാൻ ലോൺ എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത്. അതിനെ ഗവൺമെൻറ് പലതരത്തിലും സഹായിക്കുന്നുണ്ട്. ഏകദേശം ഒരു 70 കോടി വെച്ച്, ശരാശരി ഒരു 70 കോടി വെച്ച് മാസം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ആ 70 കോടി എന്ന് പറയുന്നത് ഇവരുടെ സാലറിയും പെൻഷൻ ഏകദേശം പെൻഷനും ഇതൊക്കെ കൂടി വരുമ്പോൾ ഈ 70 കോടിക്ക് പുറത്തു വരും. അതാണ് ഗവൺമെൻറ് സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഈ KSRTCയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം, KSRTC ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ അതൊരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. സ്വാഭാവികമായും കേരളത്തിന് KSRTC ഉണ്ടായേ തീരും. അതുകൊണ്ട് ഇതിനെ സ്വകാര്യവൽക്കരണം എന്നുള്ളൊരു അജണ്ട ഒരിക്കലും ഇതിന് പരിഹാരമല്ല. കാരണം KSRTCയെ കുറിച്ചിട്ടുള്ള ഒട്ടേറെ പഠനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പഠനം നടത്തിയിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂരിൽ തന്നെയുള്ള ഈ CH മേനോൻ കോളേജ് ഉണ്ടല്ലോ, ഗവൺമെൻറ് കോളേജ് KSRTCയും സ്വകാര്യ ബസ്സുകളും തമ്മിൽ ബന്ധിപ്പിച്ചൊരു പഠനം നടത്തി. ആ ബന്ധിപ്പിച്ചുള്ള പഠനം നടത്തിയപ്പോൾ അതിൽ ട്രാവൽ കംഫർട്ട്, നല്ല സുഖകരമായ യാത്ര ആർക്കാണ് എന്നുള്ളൊരു ആ ചോദ്യത്തിൽ ബഹുഭൂരിപക്ഷവും നല്ല യാത്രാ സൗകര്യം ഒരുക്കുന്നത് ട്രാൻസ്പോർട്ടാണ്, KSRTCയാണ്. രണ്ടാമത്തെ ചോദ്യമാണ് സർവീസ് ടൈം കീപ്പിംഗ് സംവിധാനം. ഈ ടൈം കീപ്പിംഗ് സംവിധാനത്തിൽ 48% KSRTC, 52% പ്രൈവറ്റുമാണ്. അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 4%-ത്തിനാണ് നിൽക്കുന്നത്. ഇനി ലോങ് ട്രാവൽ പ്രിഫറൻസ്, ആരാണ് ലോങ് ട്രാവൽ? ഇതിൽ 80% ആളുകളും ലോങ് ട്രാവൽ പ്രിഫറൻസ് നൽകുന്നത് KSRTCക്കാണ്. മറ്റൊരു ആക്സസിബിലിറ്റി ടു ഡെയിലി ട്രാവൽ, എപ്പോഴുള്ള സൗകര്യം. അത് നമുക്കറിയാം, ലോക്കൽ ട്രാൻസ്പോർട്ട് മുഴുവനും KSRTC അല്ല, അത് പ്രൈവറ്റാണ്. സ്വാഭാവികമായിട്ടും ലോക്കൽ ട്രാൻസ്പോർട്ടേഷന് അവർ പ്രിഫർ ചെയ്യുന്നത് പ്രൈവറ്റാണ്. ഇനി മറ്റൊരു ഈസി ടു ഗെറ്റ് കൺസെഷൻ കിട്ടാനുള്ള സൗകര്യം. പലതരത്തിലും KSRTC കൺസെഷൻ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, പ്രായമായവർക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കൊടുക്കുന്നുണ്ട്, അത് സ്വകാര്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് KSRTCയുടെ പോരാ, പ്രൈവറ്റാണ്. കാരണം അവർക്ക് അപ്പം തന്നെ തീരുമാനം എടുത്ത് കൊടുക്കാം, പ്രൈവറ്റാണെന്നാണ് പറയുന്നത്. ഇനി ഫെയർ ട്രീറ്റ്മെൻറ്റ് ടു സ്റ്റുഡൻറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ വഴിയിലൊക്കെ കുട്ടികളിങ്ങനെ കാത്തു നിൽക്കും, ബസ് അങ്ങോട്ട് പോകും അല്ലെങ്കിൽ കുത്തി നിറച്ച് പോകും. ഈ ഫെയർ ട്രീറ്റ്മെൻറ്റ് നോക്കുമ്പോൾ അത് വളരെ വലിയ രീതിയിൽ KSRTCയുടെ ലെവൽ ഉയർന്നു നിൽക്കുകയാണ്. കാരണം അത് അഡ്വാൻസ് കൊടുക്കുന്നു. KSRTC ഉള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ മുഴുവൻ കയറ്റിയിട്ട് തന്നെയാണ് അവർ പോകുന്നത്. നമുക്കറിയാം ചാലക്കുടി, തൃശ്ശൂർ റൂട്ടുകളൊക്കെ തന്നെ അത്തരത്തിലുള്ളതാണ്.
ഫെയർ ട്രീറ്റ്മെൻറ്റ് ടു ഓൾഡ് ഏജ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതും KSRTC ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഫെയർ അതുപോലെ ക്വാളിറ്റി ഓഫ് ഡ്രൈവിംഗ് അതും നിൽക്കുന്നത് KSRTC ആണ്. നമുക്കറിയാം ലിമിറ്റഡ് പ്രൈവറ്റ് ബസ്സുകളും KSRTC തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് പൊതുവെ ഇനിയും ക്വാളിറ്റി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളെങ്കിൽ പോലെ തന്നെ നിലവിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ മികച്ച സർവീസ് നടത്തുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇത് പഠന റിപ്പോർട്ടുകളാണ് പറയുന്നത്. ഇനി വേറൊരു പഠനം ഉണ്ട്, അത് നടത്തിയിട്ടുള്ളത് നമ്മുടെ CDS ആണ്. വളരെ സമഗ്രമായിട്ട്, നേരത്തെ സാറ് പറഞ്ഞ പോലെ സമഗ്രമായി പഠനം നടത്തുന്നു എന്ന് പറഞ്ഞ് അവർ ചില പഠനം നടത്തുകയും പ്രശ്നങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ള സംസ്ഥാനങ്ങളുമായി ഉള്ള KSRTCയുമായിട്ട് കമ്പാരിസണാണ്. ആ കമ്പാരിസണിൽ സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി, അതായത് മൊത്തം സ്റ്റാഫിൽ നിന്നുള്ള നമുക്ക് എഫിഷ്യൻസി ഉള്ള കമ്പാരിസണിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ സ്റ്റാഫ് പെർ ഡേ എന്നുള്ളത് 37.64 പോയിൻ്റ് നിൽക്കുന്നത്. അത് തമിഴ്നാട് ട്രാൻസ്പോർട്ടേഷന് 131.76. അതായത് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി അത്രയും വലിയ രീതിയിൽ അവിടെ വർദ്ധിക്കുന്നത്. ഈ പ്രശ്നത്തെ KSRTC അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന് വെഹിക്കിൾ പ്രൊഡക്ടിവിറ്റി, അതായത് ഫ്ലീറ്റിൻ്റെ ഉപയോഗം ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫ്ലീറ്റ് ഉപയോഗം വലിയ രീതിയിൽ KSRTCയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2009-10 67.14 ഫ്ലീറ്റ് കപ്പാസിറ്റി ഉപയോഗിച്ചിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഈ 2020 എത്തുമ്പോൾ അത് 80% മേലെ ആയിട്ടുണ്ട്. എങ്കിൽ കൂടി വെഹിക്കിൾ പ്രൊഡക്ടിവിറ്റി തമിഴ്നാട് 556 ആകുമ്പോൾ കേരളം 261. അതുപോലെ ഫ്യൂവൽ എഫിഷ്യൻസി 4.19 മറ്റത് 5.52. ഇതിന് ചിലപ്പോൾ KSRTC കുറ്റം പറയാൻ കഴിയില്ല. നമുക്ക് അറിയാം കേരളത്തിൻ്റെ റോഡിൻ്റെ പരിതാപകരമായ അവസ്ഥ. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ പ്രശ്നം വയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും ഫ്യൂവൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കണമെങ്കിൽ KSRTC മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല എന്ന് നമുക്കറിയാം. ഇനി പാസഞ്ചർ ക്യാരേജ്, പാസഞ്ചർ വലിയ വ്യത്യാസമാണ്. ഹിമാചൽ പ്രദേശിൽ അത് 5455, അത് നമ്മുടെ 598. അത്രയെത്തുക എന്നുള്ളത് ശരിയല്ല. കാരണം ഓവർ ആയിട്ടുള്ള ആളുകളെ കയറ്റി കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കും അതിൻ്റെ. അല്ല, ഇത്തരം കണക്കുകളിലൊക്കെ ആളുകൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. KSRTC ആണ് ഇഷ്ടപ്പെടുന്നത്. ഈ പറയുന്ന പോലെ തന്നെ അളവ് മാനദണ്ഡങ്ങളിലൊക്കെ പ്രൈവറ്റ് ബസ്സുകളിലെ പോലെയല്ല KSRTCയിൽ ഇരിക്കുമ്പോഴുള്ള കംഫർട്ട് എല്ലാം ഉണ്ട്. എന്നിരുന്നാൽ പോലും താങ്കൾ പറഞ്ഞ ആ പ്രതിസന്ധിയിലല്ല എന്നുള്ളതിലേക്ക് തന്നെ ഞാൻ വരികയാണ്. ഓരോ വർഷവും ഓരോ മാസവും 70 കോടി രൂപ അങ്ങോട്ട് നൽകേണ്ട ഒരു സ്ഥിതിവിശേഷം. എത്രയോ വർഷങ്ങളായിട്ടുള്ളൊരു കമ്പനി ഒരു പ്രൈവറ്റ് സെക്ഷനിലാണെങ്കിൽ ലാഭകരമാക്കണം എന്നതല്ല ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും സർക്കാരിലേക്ക് കൈനീട്ടാതെ നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യത്തിൽ പോലും അല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ എത്ര കാലം ഇങ്ങനെയെന്നൊരു ചോദ്യം മുന്നിൽ നിൽക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഇതിലേക്ക് കണ്ടെത്തുന്നൊരു കാര്യം മിസ്മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതായത് മിസ്മാനേജ്മെൻറ്റിൻ്റെ ഇപ്പം ഞാൻ ഒരു 7 ഘടകങ്ങളാണ് പറഞ്ഞത്. ഇതിലൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ കേരളം പിറകിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം പിറകിലാകുന്ന ഈ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇത് ഓവർകം ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കും? പ്രോഫിറ്റബിളിലേക്ക് പോകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പലിശ കൊടുക്കുന്നത് വലിയ തുക, ഇതിന് വരുന്ന മൊത്തം വരുമാനത്തിൻ്റെ ഏകദേശം 16 മുതൽ 20% വരെ പലിശ കൊടുക്കുന്നതിന് വേണ്ടി ചിലവാകുന്നുണ്ട്. അതായത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി അതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പലിശ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു വണ്ടിക്ക് ഇവിടുത്തെ ശരാശരി 6 പേര് 5 പേര് 6 പേര് ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് മൊത്തം വണ്ടി ഡിവൈഡഡ് ബൈ നോക്കുമ്പോൾ അത്രയും പേര് ഇവിടെ ഉണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അത് 1.21 ഒക്കെയാണ്. ഇപ്പോൾ ഒരു വേറൊരു ഉദാഹരണം പറഞ്ഞ സ്റ്റാഫ് കോസ്റ്റ് എന്ന് പറയുന്നത് അതാണല്ലോ സ്റ്റാഫ് കോസ്റ്റ്. അത് ടോട്ടൽ കോസ്റ്റ് 46.5%. അത് കർണാടകത്തിൽ 29.26%.
അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത് യഥാർത്ഥത്തിൽ മിസ്മാനേജ്മെൻറ്റ് എന്നുള്ളത് ആണ്. എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് സംവിധാനം ഒരുക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ടതാണ്. പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇതേപോലെ പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ പെൻഷൻ ഇവിടെ ഒരു സാർവത്രിക പെൻഷൻ സംവിധാനം കേരളത്തിലുണ്ട്. KSRTCക്കാർക്കും അതേപോലെ തന്നെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. പെൻഷൻ ഒരിക്കലും ഒരു കമ്പനിക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഗവൺമെൻറ് കമ്പനികൾ പോലും ഈ ഫാക്ട് പോലുള്ള കമ്പനികൾ പോലും വലിയ രീതിയിൽ പെൻഷൻ കൊടുക്കുന്നില്ല. അവർ ഗ്രാറ്റുവിറ്റി കൊടുത്ത് അതൊക്കെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്ഥാനത്ത് KSRTCക്ക് ഇപ്പോഴും പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. ശ്രീ കൃഷ്ണകുമാറിലേക്ക് വരുമ്പോൾ എത്രയോ വർഷങ്ങളായി നമ്മൾ പിന്തുടരുന്ന KSRTC ഇപ്പോൾ ഒരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. നമുക്ക് ആഗ്രഹമുണ്ട് അത് മറികടന്ന് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകണം എന്നുള്ളത്. പല രീതിയിലുള്ള ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പഠന റിപ്പോർട്ടുകളൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഒരു പിടിപ്പുകേട് തന്നെയല്ലേ ഈ അവസ്ഥയിലെത്താൻ കാരണം? ഈ പെൻഷൻ്റെ കാര്യമെല്ലാം പറഞ്ഞു, പെൻഷൻ മറ്റു മേഖലകളിലുമുണ്ട്. പ്രത്യേകിച്ച് ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള KSRTC കോർപ്പറേഷൻ അത് മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അത് മറികടക്കാൻ കഴിയുമായിരുന്നു. ഇത് ഈ മിസ്മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ പിടിപ്പുകേട് എന്നതിൻ്റെ ഒരു ബാക്കി പത്രം തന്നെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ അത് എങ്ങനെയാണ്, അത് നേരത്തെ അഡ്വക്കേറ്റ് പ്രകാശ് സൂചിപ്പിച്ചതുപോലെ ആ ഒരു മാനേജ്മെൻറ്റ് തലത്തിൽ തന്നെ വളരെ പ്രൊഫഷണലായിട്ടുള്ള ആളുകളെ അതിൻ്റെ തലപ്പത്ത് കൊണ്ടുവരികയും അവർക്ക് കൂടുതൽ കാലം പ്രവർത്തിക്കാനുള്ള ഒരു സ്വതന്ത്രമായ അവസരങ്ങൾ നൽകുക, അത് നല്ലൊരു ലക്ഷ്യബോധത്തോടു കൂടിയാണെങ്കിൽ അതിനെ തുടരാനുള്ള അനുമതി സർക്കാരിൻ്റെ ശക്തമായ പിന്തുണയോടുകൂടി തന്നെ അതിൽ തൊഴിലാളി യൂണിയനുകളെല്ലാം തന്നെ സഹകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ സമഗ്രമായൊരു മാറ്റത്തിന് ഉതകുന്ന വിധത്തിലൊരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് സംവിധാനം കൊണ്ടുവരിക, അത് മികച്ച രീതിയിൽ ആ മിസ്മാനേജ്മെൻറ്റുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ തലത്തിലും നല്ല ഒരു എന്താ പറയുക ഈ സ്ഥാപനത്തിന് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് സംസ്ഥാനത്തിനും നമ്മുടെ ജനങ്ങൾക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു സേവനമാണെന്നുള്ള ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു കാര്യമായിട്ടുള്ള ശ്രമം നടക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ചെറിയ തോതിലൊക്കെ ചില ആളുകളുടെ ഉദ്യോഗസ്ഥന്മാർ ചെയർമാൻമാരായിരിക്കുന്ന കാലത്തൊക്കെ ചെറിയ തോതിലൊക്കെ നടക്കാൻ തുടക്കം കുറിച്ചുവെങ്കിലും പലപ്പോഴും അത് അട്ടിമറിക്കപ്പെടുകയും പിന്നീട് അതിനൊരു അവരെ മാറ്റുകയും തുടർച്ചയില്ലാതായി പോവുകയൊക്കെ ചെയ്യുന്നൊരു കാര്യങ്ങളാണ് നമ്മൾ കുറച്ചു കാലമായിട്ട് KSRTCയിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇനി വരുന്ന ഇപ്പോൾ നിലവിലുള്ള തൊഴിലാളികളെങ്കിലും ഇത് തങ്ങളുടെ കൂടി ഇത് നമുക്ക് എന്തായാലും സർക്കാർ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള ഒരു നിലപാടാണ് അവരുടെ കയ്യിലുള്ളതെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ചിന്തിക്കാതെ നമുക്ക് ഒരു സ്വതന്ത്രമായിട്ട് നമുക്കൊരു ഇൻഡിപെൻഡൻ്റായിട്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകണം. അത് ആവശ്യമായ സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് പ്രകാശ് പറയേണ്ടായി, ഓരോ മാസവും 70 കോടി രൂപയാണ് നമ്മൾ സർക്കാരിൽ നിന്ന് നേരിട്ട് ധനസഹായമായിട്ട് കൊടുക്കുന്നത്. അതിന് പുറമെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഓടുന്ന ഓരോ സ്വകാര്യ ബസ്സുകളും ഏതാണ്ട് 1-1.25 ലക്ഷം രൂപ 3 മാസം കൂടുമ്പോൾ സർക്കാരിലേക്ക് റോഡ് ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നില്ല. ഇൻഷുറൻസ് ഇല്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള മറ്റ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മറ്റ് ചിലവുകൾ അവർ KSRTCക്ക് ഇല്ല. അതെല്ലാം വെട്ടിക്കുറച്ച് ഇല്ലാതാക്കിക്കൊണ്ട് അതിന് പുറമെയാണ് 70 കോടി കൊടുക്കുന്നത്. എന്നിട്ട് ഈ 70 കോടി കൊടുക്കുന്നു അത് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഏതാണ്ട് തുല്യമായ രീതിയിൽ വിതരണം ചെയ്യപ്പെടുന്നുണ്ടോ? ഈ KSRTCക്ക് കൊടുക്കുന്ന സഹായം അതും നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമില്ല എന്നുള്ളത്. ഇത് പ്രധാനമായും തെക്കൻ കേരളത്തിലാണ്, അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ തെക്കോട്ടുള്ള പ്രദേശങ്ങളിലാണ് KSRTC സർവീസ് അധികം ഉള്ളത്. വടക്കുള്ള പ്രദേശങ്ങളില്ല. അപ്പോൾ കേരളത്തിൻ്റെ പൊതുപണം ഒരു ഭാഗത്ത് കുറച്ച് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള ജനങ്ങൾക്ക് മാത്രം ഒരു തുല്യമല്ലാത്ത രീതിയിൽ പങ്കുവെക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ KSRTC അതിൻ്റെ പ്രവർത്തന മേഖല കണ്ടെത്തണം. നമുക്ക് ഏത് രംഗത്താണ് കൂടുതൽ മികച്ച രീതിയിൽ ജനങ്ങൾക്ക് സൗകര്യം കൊടുക്കാൻ കഴിയുക, എവിടെയാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ KSRTC അതൊരു ക്ലാരിറ്റിയുടെ കുറവുണ്ടെന്നാണ്. ഇപ്പോൾ ഒരു സൂപ്പർ ക്ലാസ് മുതൽ ഓർഡിനറി വരെയുള്ള എല്ലാ സർവീസുകളും ഓടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പലപ്പോഴും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലാണ്. അപ്പോൾ ഇതൊക്കെ ഈ മാനേജ്മെൻറ്റിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ ഒരു വളരെ സമഗ്രമായിട്ടുള്ളൊരു പഠനം റിപ്പോർട്ട് ഉണ്ടാവുകയും അതിൽ മാനേജ്മെൻറ്റ് തലത്തിൽ വേണ്ട കാര്യങ്ങളെ അക്കമിട്ട് നിർത്തുകയും അത് ചെയ്യാൻ സ്വാതന്ത്ര്യവും കഴിവും ഒക്കെയുള്ളൊരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് സംവിധാനം ഈ KSRTCയിൽ ഉണ്ടാവുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പലപ്പോഴും IAS തലപ്പത്തുള്ള വളരെ നല്ല രീതിയിൽ മറ്റ് മേഖലകളിൽ തിളങ്ങി നിന്നവരൊക്കെ സർക്കാർ പല ഘട്ടങ്ങളിലായി നിയമിച്ചിട്ടുണ്ട്. ഈ ബിജു പ്രഭാകർ CMD ആയി നിയമിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഇപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം തന്നെ കടമെടുത്ത് പറയുകയാണ്. അതുപോലെ പലരും വന്ന് അതിന് നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനെ തുരങ്കം വയ്ക്കുന്നത് യൂണിയൻ തലപ്പത്തുള്ള നേതാക്കളാണ് എന്നുള്ളത് ഓരോ മലയാളിക്കും തിരിച്ചറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പലപ്പോഴും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്
ഏറ്റവും കൂടുതൽ ഉപദേശക സമിതി ഒന്നൊരു സമിതി കൂടിയുണ്ടത്ര KSRTCയിൽ ഏറ്റവും ഒടുവിൽ രൂപീകരിച്ചത്. ഇങ്ങനെ സമിതികളും തങ്ങളുടെ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായി ചിലർ മാറ്റുമ്പോൾ KSRTC വെള്ളാനിയായി മാറുന്നു. ശരിയല്ലേ? അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് അനുഭവത്തിൽ കാണുന്നത്. പിന്നെ ഒരു സീനിയർ ചെയർമാൻ ഒരാളെ വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അതിൻ്റെ താഴെ തലത്തിലുള്ള അവിടെ പ്രവർത്തിച്ച് പരിചയമുള്ള അത്തരം ഒരു ഗ്രൂപ്പാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ അത് ഇന്നിപ്പോൾ നിലവിലുള്ള KSRTCയുടെ പ്രൊമോഷൻ സംവിധാനങ്ങളും അതിന് അഡ്മിനിസ്ട്രേറ്റീവ് തലം പിന്നെ വർക്കിംഗ് ക്ലാസ്സിലുള്ള ആളുകൾ അതിൻ്റെയൊക്കെ തമ്മിലുള്ള റേഷ്യോകൾ കോമ്പിനേഷനുകൾ അതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് യഥാർത്ഥത്തിൽ വളരെ ഊർജ്ജസ്വലരായ ആവശ്യമുള്ള ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിലോ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നല്ല ബിരുദവും ബിരുദാനന്ദ ബിരുദമൊക്കെ നേടിയിട്ടുള്ള കഴിവും അറിവുമുള്ള വ്യക്തികളെ കൊണ്ടുവരികയും അവരെ നല്ല പ്രായങ്ങളിൽ താഴെ ലെവലിൽ പ്രവർത്തിച്ച് അവർക്ക് ഒരു മിഡിൽ ഏജൊക്കെ എത്തുന്നതോട് അവർ ഡിസിഷൻ മേക്കിംഗ് തലങ്ങളിലേക്കൊക്കെ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെ ഒരു സെലക്ഷനൊക്കെ KSRTCയിൽ നടന്നായിട്ടൊന്നും നമ്മുടെ അറിവിലില്ല. അവിടെ ഡ്രൈവറോ കണ്ടക്ടറോ അല്ലെങ്കിൽ മിനിസ്ട്രിയൽ സ്റ്റാഫോ അതുപോലെയുള്ള ലെവലിൽ മാത്രമേ പ്രധാനമായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് മുകളിലെ പോസ്റ്റുകളിലേക്ക് എല്ലാവരും അത്തരം ആളുകൾ മാത്രം അവരുടെ ഒരു റിട്ടയർമെൻറ്റിനോട് അടുത്ത ഘട്ടങ്ങളിൽ വളരെ ഉയർന്ന പദവികളിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ അതിലൊക്കെ പരിമിതികളും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ മാനേജ്മെൻറ്റ് തലത്തിലുള്ള ഒരു മാറ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വേണ്ട രീതിയിൽ അത്തരം അതൊരു കൃത്യമായ റേഷ്യോ വേണം. താഴെ നിന്ന് ഉയർന്നു വരുന്ന ആളുകൾക്ക് അവസരങ്ങൾ നൽകണം. അതിൽ വരുന്ന ആളുകളും അതിന് തുല്യമായിട്ട് നേരിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ആളുകളുടെ ഒരു നിരയും കൂടി ഉണ്ടെങ്കിൽ അത്തരം ആളുകളുടെ ഒരു സംഘത്തിന് മാത്രമേ ഇതിൽ കഴിയുള്ളൂ. പിന്നെ ഈ സ്വാർത്ഥ താല്പര്യങ്ങൾ വലിയ തോതിൽ KSRTCയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള മുൻകാലങ്ങളെ തൊട്ടിട്ട് തന്നെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. KSRTCയുടെ വർക്ക്ഷോപ്പുകളായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റ് പോസ്റ്റിങ്ങുകളായിട്ട് ബന്ധപ്പെട്ടും ഇവരുടെ ട്രാൻസ്ഫറുകളും നീക്കങ്ങളും അതിലൊക്കെ പല ഈവൻ 2 ഡ്രൈവർമാരെ വയ്ക്കുന്നു. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു KSRTC വളരെ ജീവനക്കാരുടെ താല്പര്യത്തിന് ഇവിടുന്ന് ബാംഗ്ലൂർ വരെ പോയി ആ വണ്ടി ആ ഡ്രൈവറിനെ ഓടിച്ച് തിരിച്ചു കൊണ്ടുവരിക, എന്നിട്ട് പിന്നെ 2 ദിവസം ജോലിക്ക് വരാൻ അവർ ആവശ്യമില്ലാത്തൊരവസ്ഥ, അത്തരം കാര്യങ്ങളൊക്കെ താല്പര്യത്തിന് എന്തുകൊണ്ടാണ് ഇവർക്ക് കേരളത്തിൻ്റെ അതിർത്തി ജില്ലകളിൽ ഇപ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ കണ്ണൂർ കാസർഗോഡ് അങ്ങനെയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന അതിർത്തി ജില്ലകളിൽ ഒരു ക്രൂ ചേഞ്ച് ഇപ്പം നമ്മൾ റെയിൽവേയിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ക്രൂ പോയാൽ ഇവിടുന്ന് ഡൽഹി വരെ ഒരാൾ വണ്ടി ഓടിച്ചു കൊണ്ടുപോയി തിരിച്ചു വരുന്നിട്ട് പിന്നെ 10 ദിവസം അങ്ങനെയായിരിക്കും ലീവ്. അങ്ങനെയല്ല, ഓരോ മേഖലകൾ കഴിയുമ്പോൾ ക്രൂവിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ആ ക്രൂവിന് പരമാവധി അദ്ദേഹത്തിൻ്റെ ബേസ് ഇതിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വണ്ടി ഓടിക്കുന്ന ആൾ എറണാകുളത്തോ മറ്റോ വന്ന് അടുത്തൊരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് അടുത്ത വണ്ടി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന് വീട്ടിൽ പോകാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ ശാസ്ത്രീയമായ ഒരു ക്രൂ ചേഞ്ച് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനത്തെയുള്ള ഇൻ്റർസിറ്റി ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഫിംഗർ പ്രിൻ്റ് ഒക്കെ വെച്ച് അവർ ലോഗിൻ ചെയ്തിട്ടാണ് കയറുക. അത് കയറി കഴിഞ്ഞാൽ 4 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എഞ്ചിൻ കട്ട് ഓഫാണ്. ഇവർ പിന്നെ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 4 മണിക്കൂർ ഷിഫ്റ്റിൽ അടുത്ത വണ്ടി ഓടിച്ച് തിരിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ശാസ്ത്രീയമായ ഇതൊക്കെയാണ് നമ്മൾ സമഗ്രമായ മറ്റേ മാനേജ്മെൻറ്റിൻ്റെ ശാസ്ത്രീയമായ പഠനങ്ങളിലേക്ക് പ്രാധാന്യം. അപ്പോൾ അങ്ങനെ ജീവനക്കാരുടെ ഇതുകളൊക്കെ നോക്കി അവരുടെ ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു ദിവസം 2 ദിവസം ഓടിച്ചു വന്നാൽ പിന്നെ 4 ദിവസം മുടക്കം, അങ്ങനെയല്ല. അവർക്ക് എല്ലാ ദിവസവും ജോലിക്ക് ആഴ്ചയിൽ 6 ദിവസം വരികയും അതിനനുസരിച്ചുള്ള ജോലി ക്രമീകരിച്ച് കൊടുക്കുക, അതിന് വേണ്ടതായിട്ടുള്ള ക്രൂ ചേഞ്ചുകൾക്ക് വേണ്ട പോയിന്റുകൾ അതിർത്തിയിൽ ഏൽപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് കേരള സമൂഹം തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിടുതൽ നേടി ഈ പ്രസ്ഥാനം ജനങ്ങൾക്ക് സംസ്ഥാനത്തിനും വേണ്ടി നിലനിൽക്കേണ്ടതാണ്. അതിൻ്റെ നല്ല ഭാവിക്ക് ഏത് രീതിയിൽ ആധുനിക കാലത്തിന് അനുയോജ്യമായതിൽ ഇപ്പോൾ ജീവനക്കാരുടെ കാര്യത്തിലായാലും ഇപ്പോൾ സ്ത്രീകളും ഒക്കെ ധാരാളം ഡ്രൈവിങ്ങും കണ്ടക്ടറൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ പരിഷ്കരണം, നല്ലൊരു പരിഷ്കരണം അതിനെ നടപ്പിലാക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥർ അതിന് വലിയ പിന്തുണ നൽകുന്ന സംസ്ഥാന സർക്കാർ കൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിനെ ഇന്നത്തെ രീതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് തോന്നുന്നത്. ശ്രീ പ്രകാശ്, ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാത്ത കുറവൊന്നും ആയിരിക്കില്ല. എന്തായാലും ഇതുപോലെ വളരെ ചില ഉദ്യോഗസ്ഥരെ മികച്ച പോസ്റ്റിംഗ് നടത്തി നിയോഗിച്ചപ്പോൾ അവർ ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതുമായി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നടപ്പാക്കാനാണ് ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് KSRTCയൊക്കെ സംസ്ഥാന വ്യാപകമായി അവർക്ക് കണ്ണായ സ്ഥലങ്ങളിൽ ഭൂമി വികസനത്തിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിന് തുരങ്കം വയ്ക്കുന്നത് മിക്കവാറും ഈ പറഞ്ഞ പോലെ യൂണിയൻ ഉൾപ്പെടെയുള്ളവരായിരിക്കാം. യഥാർത്ഥത്തിൽ കേരളത്തിൽ എല്ലാ രംഗത്തും ഗവേണൻസ് എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. സ്ഥാപനവും മറ്റും ഉണ്ട്, പക്ഷേ എഫിഷ്യൻറ്റ് ഗവേണൻസ് നിയമം നടപ്പിലാക്കുന്ന സംവിധാനം നടപ്പിലാക്കാനുള്ള ആർജവം വളരെ ദുർബലമാണ്. അത് KSRTCക്കും ബാധകമാണ്. നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ കാലാനുസൃതമായ മാറ്റങ്ങൾ
ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറിയാൽ മാത്രമേ ഏതൊരു സ്ഥാപനവും നന്നാവുള്ളൂ. അപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളാണെങ്കിൽ അവർ കാലാനുസൃതമായ മാറ്റങ്ങൾ പെട്ടെന്ന് കൊണ്ടുവരും. അവരടിസ്ഥാനപരമായി ലാഭം ഉണ്ടാക്കിയാലേ അവർക്ക് നിലനിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനനുയോജ്യമായ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരും. പക്ഷേ ഇത്തരത്തിലുള്ള പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രശ്നം, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തോന്നിയിട്ടുള്ളത് നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെയാണ്. ഒരു KSRTC കണ്ടക്ടറായി കയറിയ ഒരാൾക്ക് വേണമെങ്കിൽ MD ആയിട്ട് റിട്ടയർ ചെയ്യാം, ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ. അയാൾ അത്ര മോശക്കാരനാണെന്നുള്ള രീതിയിലല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ആധുനിക കാലത്തെ മാനേജ്മെൻറ്റ് സംവിധാനങ്ങളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് അയാൾക്ക് ശേഷി ഉണ്ടാകണമെന്നില്ല. ഇനി കണ്ടക്ടർ തന്നെ അയാളുടെ മാനദണ്ഡം എന്ന് പറയുന്നത് അയാൾ എത്ര കാലം സർവീസിലിരുന്നു എന്നുള്ള മാനദണ്ഡമാണ്. മറ്റുള്ളിടത്തും അങ്ങനെയൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇത്തരം സംവിധാനങ്ങളിൽ അത് എത്ര കാലം ഒരു സ്ഥാപനത്തിലിരുന്നു എന്നുള്ളൊരു മാനദണ്ഡം ഒരിക്കലും പ്രൊമോഷൻ സംവിധാനത്തിൽ ഉണ്ടാകരുത്. പ്രൊമോഷൻ സംവിധാനത്തിലെ എഫിഷ്യൻസി ഉണ്ടാകണം. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉയർന്നത് പോകണ്ട, ഇപ്പോൾ തൃശ്ശൂർ ഡെപ്പോ ഇരിക്കുക, ഓരോ ഡെപ്പോ വൈസാണ് അവർ ഇതിൻ്റെ മാനേജ്മെൻറ്റ് സംവിധാനം അത് പറ്റുള്ളൂ. ഓരോ ഡെപ്പോൻ്റെ എഫിഷ്യൻസി നോക്കിയിട്ടാണ് അതിൻ്റെ എഫിഷ്യൻസി അവർ വിലയിരുത്തേണ്ടത്. അപ്പോൾ ഈ ഡെപ്പോകളുടെ മാനേജർ എന്ന് പറയുന്നത്, ഡെപ്പോ ചാർജ് എന്ന് പറയുന്ന ഒരാൾക്ക് ഈ കണ്ടക്ടറായിട്ട് പോയിരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ കാലത്തെ ആൾ തന്നെ ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടാണ്ട് അപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇയാൾ പറയണത് ഒരിക്കലും കേൾക്കില്ല. അല്ലെങ്കിൽ ഇയാൾ പറയും, താനും കണ്ടക്ടറൊക്കെ ആയി വന്ന ആളല്ലേ, താനിന്ന എന്നുള്ള രീതിയിൽ ഈ പറയുന്ന സംവിധാനത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, മിസ്മാനേജ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് മാറ്റി അതിനൊരു എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഒരു ആധുനികവൽക്കരണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ലാഭം എന്തുകൊണ്ട് ഇവിടെ ലാഭമില്ല ഇരിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തേ പറ്റൂ. പൊതുവേ സർക്കാർ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ എന്ന് പറയുന്നത് ഒരു അധികാരി വർഗമല്ല എന്നാണല്ലോ. കാരണം അതൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തന്നെയാണ് അധികാരത്തിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ട്രേഡ് യൂണിയനിസം ശക്തമാണ്. ഈ സമരങ്ങളില്ല, മറ്റുള്ളതില്ല എന്നുള്ളതൊക്കെ തന്നെ ഓക്കെയാണ്. കാരണങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിലോ ലോക സാഹചര്യത്തിലോ സമരം നടത്താൻ നേടാവുന്ന സാഹചര്യം വളരെ പ്രശ്നഭരിതമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷേ ട്രേഡ് യൂണിയൻ വളരെ ശക്തമാണ് എല്ലാ രംഗത്തും. അധ്യാപക രംഗത്തൊക്കെ തന്നെ വളരെ ശക്തമാണ്. അതേപോലെ തന്നെ ഈ രംഗത്തും ശക്തമാണ്. ആ ട്രേഡ് യൂണിയൻ ശക്തരാണെന്ന് മാത്രമല്ല, ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ശക്തരാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അതൊറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കണം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കണം. കാരണം അവരുടേതായ താല്പര്യങ്ങൾ ഒരിക്കലും അവർ പഴയ നിലവിലെ രീതി തുടർന്നാൽ അവർക്ക് MD ആവാം, അല്ലാതിരുന്നാൽ അവർ ഉയർന്ന പോസ്റ്റിലേക്ക് പോകില്ല. അവർ KSRTC കണ്ടക്ടറായിട്ട് ആരംഭിച്ച് കണ്ടക്ടറായിട്ട് തന്നെ റിട്ടയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെതിരായിട്ട് ശക്തമായ ലോബിയിങ് ഉണ്ടാവും. അപ്പോൾ അത് പ്രശ്നങ്ങളുണ്ടാവും. അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ. പലപ്പോഴും ഈ KSRTCയുടെ ഉള്ളിൽ തന്നെ മുന്നോട്ട് പല ഡെപ്പോകളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിപ്പയറിങ് രംഗത്തൊക്കെ സമയത്തിന് ഏറ്റവും പിറകിലാണ് കേരളം. സമയത്തിന് റിപ്പയറിങ് ചെയ്യുക എന്നുള്ളത് ആക്സിഡൻറ്റ് റേറ്റിലധികം അത്ര അധികം ഇല്ലെങ്കിലും വഴിയിൽ വണ്ടി കേടാവുന്നത് ഏറ്റവും കൂടുതൽ ഈ സമീപ നാളുകളിൽ ഈ KSRTC ആശ്രയിക്കുന്നവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു വിഷയമാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടാൽ അടുത്ത സ്ഥലത്ത് എത്തുമോ എന്ന് ഉറപ്പില്ല. ഏത് സമയത്തും ബ്രേക്ക് ഡൗൺ ആവാം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മൊട്ടയായ ടയറുകളാണ്, ചിലപ്പോൾ തുരുമ്പിച്ച കമ്പികൾ, കെട്ടിവെച്ച ഡോറ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ്. അതൊന്നും കൃത്യമായ രീതിയിൽ പരിപാലിക്കുന്നില്ല. അതാണ് വേറെ വിഷയം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ തന്നെ പറയുന്നതെന്ന് വിചാരിച്ചാൽ ലോൺ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 10,000 കോടിയിൽ അധികം ലോൺ ഉണ്ടെന്നാണ് കരുതുന്നത്. അപ്പോൾ അത്രയും ലോൺ വരുമ്പോൾ ഇവരുടെ വാങ്ങുന്നതൊക്കെ തന്നെ കടം വാങ്ങുകയാണ്. കടം വാങ്ങുന്ന ആളുകൾക്ക് നിശ്ചിത സമയത്ത് ഇവർക്ക് കൊടുക്കാൻ കഴിയില്ല.
കൊടുക്കാൻ കഴിയാവുന്ന ഇതാവുമ്പോൾ ചിലപ്പോൾ അവർ മെച്ചപ്പെട്ട സാധനം കൊടുക്കില്ല, ഇത് കൊടുക്കില്ല. ഇതുപോലെ തന്നെ മിസ്മാനേജിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള കമ്മീഷനിങ് ഉണ്ടാകാം, വലിയ രീതിയിൽ സമയത്തിന് പർച്ചേസ് ചെയ്യാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം, നല്ല ക്വാളിറ്റി പർച്ചേസിങ് ഉണ്ടാവാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെ കുറേ ഉണ്ട്. ഇങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ ഇവിടെ ഒരു പഠന വിധേയമായിട്ടുണ്ട്. കാരണം പലപ്പോഴും ഈ സാധനങ്ങളില്ലാതെ പർച്ചേസ് ചെയ്യാൻ ഇതില്ലാത്ത കാരണം വർക്ക്ഷോപ്പ് ഐഡിയലായിട്ട് കിടക്കുക. അതുകൊണ്ട് വർക്ക്ഷോപ്പ് ഐഡിയലായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ സ്റ്റാഫ് മുഴുവനും വെറുതെ ശമ്പളം വാങ്ങുന്നതാണ്. ഇങ്ങനത്തെ അൾട്ടിമേറ്റ്ലി മിസ്മാനേജ്മെൻ്റ് എന്നുള്ള പ്രശ്നം ഏത് കണ്ണുപൊട്ടനും പറയാവുന്നതാണ് KSRTCയിലെ. മിസ്മാനേജ്മെൻറ്റിനെ മാറ്റാതെ, എല്ലാ രംഗത്തുമുള്ള മിസ്മാനേജ്മെൻറ്റിനെ മാറ്റാതെ മെച്ചപ്പെടുത്താൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പറയാം. ചില റൂട്ടുകളിൽ ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ട്, ഇതിൽ ഒരു കാലത്ത് KSRTCയാണ് ആധിപത്യം, ഏറ്റവും കൂടുതൽ KSRTCയാണ് ആധിപത്യം. ആളുകൾ മുഴുവൻ KSRTC കാത്തു നിന്ന് കയറുകയും സമാധാനത്തോടു കൂടി വീട്ടിലെത്തുകയും ചെയ്തിരുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ എന്താ, KSRTC എന്ന് പറഞ്ഞ സംഭവം തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഇല്ല, ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിന് മുഴുവൻ ആക്കി. അതായത് ഈ പറയുന്ന ചില സ്വകാര്യ താല്പര്യങ്ങൾ വന്ന് ഇതിൻ്റെ ഡെപ്പോയിലിരിക്കുന്ന ആളുകളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഈ സ്വകാര്യ ബസ്സുകൾ അവിടെ വെച്ച് ഉള്ളതിനെ പോലും പിൻവലിച്ച് നഷ്ടത്തിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ, എറണാകുളം, ഗുരുവായൂർ വലിയ രീതിയിൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുക KSRTCയാണ്. അതിൽ വലിയ സ്വകാര്യവൽക്കരണം നടക്കുന്നുണ്ട്. ഇങ്ങനെ പ്രത്യേക റൂട്ടുകളിൽ ഓൾറെഡി KSRTC നന്നായി പ്രവർത്തിച്ച് നല്ല പെർഫോമൻസ് നടത്തി നല്ല ലാഭമുണ്ടാക്കിയ കാര്യങ്ങളിൽ ഇത് പിറകോട്ട് പോയിട്ടുണ്ട്. ഇത് വളരെ വലിയ രീതിയിൽ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. അത്തരം രീതിയിൽ സമൂഹം ചർച്ച ചെയ്യുകയും ഇതിൽ ഇടപെടുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ കൃഷ്ണകുമാർ, ഇതിൽ ചിലർ ഈ സംഘടന തലപ്പത്തുള്ളവരാണെങ്കിൽ പോലും തനിക്ക് ശേഷം പ്രളയം അല്ലെങ്കിൽ തൻ്റെ കാര്യം നടന്നാൽ മതി എന്നുള്ള ഒരു ചിന്ത, ആ സ്വാർത്ഥതയാണ് പൊതുവിൽ KSRTC രക്ഷപ്പെടുത്താത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇതിനെ മറികടക്കാൻ, സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ മറികടക്കാൻ KSRTC എടുത്തുള്ള ചില തീരുമാനങ്ങൾ, പമ്പുകൾ സ്ഥാപിക്കുക. നമുക്കിവിടെ പമ്പിൻ്റെ കുറവാണോ അറിയില്ല, അത്തരം രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതെ, KSRTC ഇപ്പോൾ അവരുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് മാറി മറ്റു പല കാര്യങ്ങളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നതായിട്ടുള്ളൊരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, അതിനോട് ചേർത്ത് പറയുന്നതാണ് വിനോദസഞ്ചാരം. ഇപ്പോൾ അത് കല്യാണങ്ങൾക്കൊക്കെ വണ്ടി വാടകയ്ക്ക് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ അവർക്ക് KSRTC യഥാർത്ഥത്തിൽ യാത്രക്കാർക്ക് വേണ്ടി ഓടുന്ന റൂട്ടുകളിലൊക്കെ ഓടിക്കഴിഞ്ഞിട്ടാണോ ഇതിനൊക്കെ വണ്ടി വിട്ടുകൊടുക്കുന്നത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് ഡ്രൈവർമാരും ആവശ്യത്തിന് യാത്രക്കാർ ഉള്ള റൂട്ടുകളിൽ ആവശ്യത്തിന് ബസ്സുകളും ഓടിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ, അതോ ഒറ്റയടിക്ക് വരുമാനം കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണോ ഇത്തരം യാത്രകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്? ഇപ്പോൾ ഇവിടെ വിനോദയാത്രയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വിവാഹത്തിനൊക്കെ പോകാൻ ലക്ഷറി ബസ്സുകൾ, കോൺട്രാക്ട് ബസ്സുകൾ വേറെ ഉണ്ട്. അപ്പോൾ അവർ ഓടിക്കോട്ടെ. അപ്പോൾ അത് ആ കാര്യം അവിടെ പരിശോധിക്കേണ്ടത്. അതെല്ലാം ഈ മിസ്മാനേജ്മെൻറ്റിൽ പെട്ടതാണ്, നമ്മൾ പരിശോധിക്കണം. അതോടൊപ്പം എനിക്ക് തോന്നുന്നത് KSRTC പലവിധ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും പൊതു സമ്മർദ്ദങ്ങൾക്കും ഒക്കെ വഴങ്ങി കൂടുതൽ ഓപ്പറേറ്റിംഗ് സെൻറ്ററുകളും ഡിപ്പോകളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അതും ഒരു കാര്യക്ഷമമായ പ്രവർത്തനമാണോ, അത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ജില്ലാസ്ഥാനത്ത് ഒരു KSRTC വലിയ കേന്ദ്രമാവാം, അതിലപ്പുറം പ്രാദേശികമായ സ്ഥലങ്ങളിൽ ഇവർ ഷെഡുകളോ ഓപ്പറേറ്റിംഗ് സെൻറ്ററുകളോ ഒക്കെ തുടങ്ങുമ്പോൾ അത് ഒരു വലിയ സാമ്പത്തിക ബാധ്യത KSRTCക്ക് വരുത്തി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്തരം സ്റ്റാൻഡുകളിൽ കയറി ഇറങ്ങാൻ വേണ്ടി സമയം പോകുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് നമ്മൾ തൃശ്ശൂർക്ക് വരികയാണെങ്കിൽ ആലുവ, അങ്കമാലി, ചാലക്കുടി, പിന്നെ പുതുക്കാട്, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി. അപ്പോൾ അത് യാത്രക്കാർക്കൊരു പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ യാത്രക്കാർക്ക് ആ പ്രദേശത്തുള്ളവർ പറയും, ഞങ്ങളുടെ അവിടെ സെൻറ്റർ ഉണ്ടായിട്ട് ഇവിടെ എന്തുകൊണ്ട് ഈ ബസ്സുകൾ ഇവിടുത്തെ സ്റ്റാൻഡിൽ വന്ന് കയറി പോകുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ കയറുക? അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ അതും കൂടി ഒന്ന് സമഗ്രമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ചില റൂട്ടുകളിൽ പ്രധാന പാതയിൽ നിന്ന് 7-8 കിലോമീറ്റർ ഉള്ളിലുള്ള സ്റ്റേഷനിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക, സ്റ്റാൻഡിലേക്കാവും പോകുന്നുണ്ടായിരിക്കുക. അതെ, അതപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടിയും ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിന് ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാണോ അത്തരം കാര്യങ്ങൾ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ KSRTCക്ക് എവിടേക്കെങ്കിലും മറ്റു പ്രദേശങ്ങളിലേക്ക് ബസ് ഓടിക്കണമെങ്കിൽ എന്തുകൊണ്ട് പിന്നെ KSRTCക്ക് സ്വകാര്യ ബസ്സുകളുടെ സ്റ്റാൻഡ് ഷെയർ ചെയ്തുകൂടാ? ഇപ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയോ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ ചാലക്കുടി ആയിക്കോട്ടെ, അവിടെയൊക്കെ തൃശ്ശൂരിൽ നിന്ന് പോകുന്ന വണ്ടി അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് വരുന്നൊരു KSRTC ബസ്സിന് അവിടുത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുകയും അവിടെ നിന്നിട്ട് യാത്ര ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതിന് വേണ്ട ഒരു പ്രത്യേകിച്ച് ഒരു കേന്ദ്രം വേറെ ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ അത് യാത്രക്കാരുടെ യാത്ര ചെയ്യുക എന്നുള്ള താല്പര്യത്തിന് അപ്പുറമായിട്ട് മറ്റ് പ്രവർത്തനങ്ങളിൽ KSRTC ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പെട്രോൾ പമ്പുകൾ തുടങ്ങുക എന്നുള്ളത് അവർക്ക് ഡീസൽ
കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണെന്ന് തോന്നും. മറ്റ് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഇന്ത്യൻ ഓയിലിന് ഇത്ര കോടി രൂപ കൊടുക്കാണ്ട് അവർ ഡീസൽ വിതരണം നിർത്തിവെക്കുന്നു KSRTC എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിനെ മറികടക്കുന്നതിൻ്റെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ഈ പമ്പുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പമ്പിൽ നിന്ന് KSRTCക്ക് പൈസ ഡീസൽ അടിച്ചു പോവുകയും പിന്നെ പൈസ കൊടുക്കാൻ കുറച്ചൊരു സാവകാശം കിട്ടുമെന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പക്ഷേ തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മറ്റ് പ്രവർത്തന മേഖലകളിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ പ്രാഥമികമായിട്ട് KSRTC എന്തിനാണോ ലക്ഷ്യം വയ്ക്കുന്നത് ആ ലക്ഷ്യം എല്ലാം പരിപൂർണമായിട്ടും നേടിയിട്ടാണോ അല്ലെങ്കിൽ നിറവേറ്റിയിട്ടാണോ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് ഈ വിനോദയാത്ര ആയാലും വിവാഹം അങ്ങനെയുള്ള ആഘോഷങ്ങളായാലും അതിനൊക്കെ വണ്ടി വാടകയ്ക്ക് കൊടുത്ത് ഇപ്പോൾ വൺസിന് വയലൊരു ഷൂട്ടിങ്ങിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതല്ലാതെ സ്ഥിരമായിട്ട് ഇത്തരം ഇതുകൾ കൊടുക്കുമ്പോൾ അത് എവിടെയെങ്കിലും ഓടിയിരുന്ന റൂട്ടിലുള്ള ഒരു ബസ് പിൻവലിച്ച് അല്ലെങ്കിൽ അത് കണ്ടക്ടറോ ഡ്രൈവറോ പിൻവലിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് മറ്റ് യാത്രക്കാരെ ബാധിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ കൃത്യമായി നമ്മൾ കാത്തിരിക്കുന്ന ഒരു ബസ് കിട്ടാതെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ യാത്രക്കാർ KSRTC കൈയൊഴിയാൻ അത് കാരണമാകും. അപ്പോൾ അത്തരത്തിൽ സ്വയം നമ്മുടെ തന്നെ ഇതിനെ മണ്ട വെട്ടിക്കളയുന്ന ഒരു ഇതിലേക്ക് പോകാതെ ആത്യന്തികമായിട്ട് പൊതുയാത്രാ സംവിധാനം ഏർപ്പെടുത്തുക, യാത്രക്കാർക്ക് ആവശ്യമുള്ള റൂട്ടിൽ ആവശ്യമുള്ള സമയങ്ങളിൽ വണ്ടി ഓടുക എന്നുള്ളതാണ് പ്രധാനം. ആ ലക്ഷ്യമാണ് നമ്മൾ മുഖ്യമായിട്ടും നിറവേറ്റേണ്ടത്. അതിനുവേണ്ടി ഇത്തരത്തിൽ ഈ വരുന്ന അധിക ചെലവുകൾ എവിടെയാണുള്ളത്, എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റും, നമുക്ക് കൂടുതൽ കാര്യക്ഷമമായി എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ ഏത് പ്രവർത്തന മേഖല, നമ്മൾ ലോക്കൽ ട്രിപ്പുകളാണോ ഓടേണ്ടത് അതോ ദീർഘദൂര ബസ്സുകളാണോ? പല ക്ലാസ്സിൽപ്പെട്ട ബസ്സുകൾ KSRTCക്ക് ഉണ്ട്. പിന്നെ ബസ്സുകളുടെ ലൈഫ് കൂട്ടി കൊടുക്കുന്നത് ഇപ്പോൾ KSRTCക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ കേന്ദ്ര നിയമം അനുസരിച്ച് 15 കൊല്ലമാണ് ഒരു ബസ്സിൻ്റെ ഓട്ടത്തിൻ്റെ കാലാവധി. അതിപ്പോൾ 20ഉം 25ഒക്കെ ആയിട്ട് കൂട്ടിക്കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ KSRTCയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ ചെയ്യുന്നത്. ഇവിടുത്തെ സൂപ്പർ ക്ലാസ് ബസ്സുകളുടെ കാര്യം അതുപോലെ നേരത്തെ ഏറ്റവും ടോപ്പ് ക്ലാസ് പുതിയ ബസ് വാങ്ങിയാൽ അതൊരു എക്സ്പ്രസ്സോ അങ്ങനത്തെ സൂപ്പർ സർവീസ് ഓടുന്നു. അതിൻ്റെ 5 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത താഴെ ലെവലിലേക്ക്, പിന്നെ 5 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത താഴെ, അവസാനം ഓർഡിനറി ബസ്സായിട്ട് അത് ഒഴിവാക്കുക. അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതല്ല, പല സൂപ്പർ ബസ്സുകളുടെ പോലും കാലാവധി നീട്ടിക്കൊണ്ട് നേരത്തെ അഡ്വക്കേറ്റ് രവിപ്രകാശ് സൂചിപ്പിച്ച പോലെ അല്ലെങ്കിൽ മുകേഷ് ലാൽ പറഞ്ഞ പോലെ അതിൻ്റെ നല്ല എഫിഷ്യൻ്റ് അല്ലാത്ത, അതിൽ പല കേടുപാടുകൾ മറ്റക്കുറ്റപ്പണി ശരിക്കും നടത്താത്തതായിട്ടുള്ള ബസ്സുകളൊക്കെ സൂപ്പർ സർവീസുകളിൽ പോലും വരികയൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ കൃത്യസമയത്ത് എത്തുമോ വഴിയിൽ കിടക്കുമോ എന്നുള്ള ഭീതി വരും. അങ്ങനെയൊക്കെ യാത്രക്കാർ ഇതിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ ഇത് നമ്മളൊരു കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉടനെ നടത്തിയില്ലെങ്കിൽ ഇത് വലിയ ഒരു KSRTC ഇല്ലാതായി പോകുന്ന ഒരു നിലയിലേക്ക്, യാത്രക്കാർ ഇതിനെ കൈയൊഴിയുന്നൊരു നിലയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത വളരെ അടുത്ത് വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കേരള സമൂഹവും എല്ലാവരും എത്രയും പെട്ടെന്ന് ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കുകയും കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ KSRTCയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് ചുരുക്കുന്നതിന് മുന്നോടി ഇതോടൊപ്പം തന്നെ ജീവനക്കാർ അസന്തുഷ്ടരാണ്. ഈ KSRTCയിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് വാർത്തയാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് ഒരു കണ്ടക്ടർ അദ്ദേഹം എടുത്തിരുന്ന വായ്പ തിരിച്ചടയ്ക്കാനാവാതെ പലിശക്കാരുടെ മർദ്ദനമേറ്റ് മരിച്ചൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ടായി. ഈ ജീവനക്കാരുടെ അസന്തുഷ്ടിയൊക്കെ ഇതിനെ ബാധിക്കുകയാണ്, അവരുടെ പെരുമാറ്റത്തിൽ പോലും. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇന്ന് പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്. KSRTCയുടെ സാലറി സർട്ടിഫിക്കറ്റ് ഇനി ഒരു ലോണിനും വിലമതിക്കില്ല എന്ന്. KSRTC ജീവനക്കാരുടെ ബാങ്കുകളിലേക്ക് അവിടേക്ക് അടയ്ക്കേണ്ട ലോൺ പിടിച്ചത് അവരുടെ അക്കൗണ്ടിൽ ശരിക്കും ഇവരുടെ ലോണിലേക്ക് തിരിച്ചടയ്ക്കാതെ അവരുടെ ആവശ്യത്തിന് അത് ഉപയോഗിച്ചത് കൊണ്ട് ഇനി KSRTCയുടെ സാലറി സർട്ടിഫിക്കറ്റ് സ്വീകരിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. നമുക്കൊരു പൊതുഗതാഗത സംവിധാനത്തിലൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു എല്ലാവരും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് ജീവനക്കാർക്ക് ഇപ്പോൾ അസംതൃപ്തി ഉണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇതൊരു നാശത്തിലേക്ക് നയിക്കും, നമ്മുടെ ഉള്ള കഞ്ഞിയിൽ പാറ്റിയിടുകയാണ് ചെയ്യുന്നതെന്ന് ജീവനക്കാരും കുറേ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരൊക്കെ ശബ്ദമുയർത്തുകയും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഒരു മാറ്റങ്ങൾ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടൽ നടത്തി ഇതിനെ എങ്ങനെ റിവൈവ് ചെയ്യാം, അതിന് നമുക്ക് ഈവൻ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ തൽക്കാലം കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് നടത്തി പരിചയമുള്ള ഒരു നിര ഉദ്യോഗസ്ഥന്മാരെ നിരയിൽ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ളൊരു ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. എന്ത് വില കൊടുത്താലും ഒരു പൊതുഗതാഗത സംവിധാനം ഇല്ലാതാവുക എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതൊരു ഒരിക്കലും പ്രായോഗികമല്ല. നമുക്കറിയാം ഇപ്പം തന്നെ റോഡുകളിൽ സ്വകാര്യ വാഹനങ്ങളുടെ തിരക്കാണ്, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ നിലയിൽ മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഇനി 6 വരിയല്ല 8 വരി പാത വന്നാലും അധികം താമസിക്കാതെ നമ്മൾ വീടിൽ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയാൽ 1 കിലോമീറ്റർ പോലും പോകണമെങ്കിൽ മണിക്കൂറുകളോട് എടുക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നേക്കാം. അപ്പോൾ അത്
നമുക്ക് ഒരിക്കലും ആർക്കും താല്പര്യമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിലനിൽക്കണം എന്നുള്ള എല്ലാവരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് KSRTC ജീവനക്കാരായാലും യാത്രക്കാരും സർക്കാരും പൊതുജനങ്ങളും പൊതുസമൂഹവും ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും വളരെ തുറന്ന മനസ്സോടുകൂടി ഇതിനെ സമീപിക്കണം. അങ്ങനെയുള്ളൊരു പരിഹാരത്തിന് ശ്രമിക്കുകയും വേണമെന്നുള്ളതാണ് എനിക്ക്. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി പ്രകാശ്, ഈ പരിഷത്ത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയോ സജഷൻ മുന്നോട്ട് വയ്ക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? നമ്മൾ മുൻപ് ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം പഠനങ്ങൾ ഈ രംഗത്ത് നടത്തുകയുണ്ടായി. അതിൽ നമ്മൾ വേണ്ടത് സമഗ്ര ഗതാഗത നയം എന്നുള്ളൊരു ലീഫ്ലെറ്റ്, ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുകയുണ്ടായി. ആ ഡോക്യുമെൻ്റ് നമ്മൾ ഗവൺമെൻറ്റിനൊക്കെ തന്നെ സമർപ്പിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പോഴുള്ള ഈ പാരിസ്ഥിതിക പ്രശ്നത്തിന് ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ ഉണ്ടാകുന്നത് ഈ ഗതാഗതത്തിൽ നിന്നാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതിനെയൊക്കെ തന്നെ കൗണ്ടർ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പൊതുയാത്രാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ബസ് വരികയാണെങ്കിൽ ഇത്ര കാറ്, ഒരു 12 കാറ് റോട്ടിൽ നിന്ന് മാറും ഒരു ബസ് വരികയാണ്. അങ്ങനെ ട്രെയിൻ വരികയാണെങ്കിൽ ഇത്ര പൊതുനിരത്തിൽ അതിനേക്കാൾ കൂടുതലാവും, 1-2 പേർ യാത്ര ചെയ്യുന്ന കാറുകളൊക്കെ വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ധാരാളം ബസ്സുകൾ ചെറിയ റൂട്ടുകളിലും മറ്റും ഷോർട്ട് റൂട്ടുകളിലൊക്കെ തന്നെ പൊതുയാത്രാ സംവിധാനത്തെ മികച്ച രീതിയിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. പൊതുവെ കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രായമായവരാണ് കൂടുതൽ. കാരണം ജനസംഖ്യ കുറഞ്ഞു, പുതിയ മോർട്ടാലിറ്റി റേറ്റും കുറവാണ്, ജനസംഖ്യയും കുറവാണ്. അപ്പോൾ പുതിയ ജനനിരക്ക് കുറവാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ പ്രായമായ ആൾക്കാർക്ക് ഏറ്റവും ആശ്രയിക്കാവുന്ന സംവിധാനം എന്ന് പറയുന്നത് പൊതുയാത്രാ സംവിധാനമാണ്. അപ്പോൾ ധാരാളം ബസ്സുകൾ നമ്മുടെ ആവശ്യാനുസരണം ഉണ്ടാകണം. ഈ കോവിഡിന് ശേഷം ബസ് വ്യവസായം എന്ന് പറയുന്നത് തന്നെ നഷ്ടത്തിലായി മാറിയൊരു സാഹചര്യമുണ്ട്. അങ്ങനെ നഷ്ടത്തിലായി മാറിയ സാഹചര്യത്തിൽ ആണ് ധാരാളം ആളുകൾ ഈ ബൈക്കും മറ്റുള്ളതും ഒക്കെ തന്നെ വാങ്ങേണ്ടി വരുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നൊരു മേഖല ഈ 2 വീലറുകാരുടെയാണ്. ഈ 2 വീലറുകാരുടെ അപകടം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പൊതുയാത്രാ സംവിധാനം മെച്ചപ്പെട്ടതല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് മെച്ചപ്പെടുത്തുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പൊതുയാത്രാ സംവിധാനത്തിനനുസൃതമായിട്ടുള്ള വലിയ വാഹനങ്ങൾ റോട്ടിലുണ്ടാവുക, കൂടുതൽ ആൾക്കാർ ഉൾക്കൊള്ളുന്നുണ്ടാവുക, ആളുകൾക്ക് ഡെസ്റ്റിനേഷനിൽ സമയത്ത് എത്തിച്ചേരാനുള്ള സംവിധാനം ഒരുക്കുക. അതുപോലെ തന്നെ റോഡ് സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനോടൊപ്പം ചേർന്ന് പറയേണ്ട ഒരു കാര്യമാണ് റോഡ് സുരക്ഷ എന്ന് പറയുന്നത്. ആളുകൾക്ക് നടന്നു പോകാൻ, ക്രൂസ് ചെയ്യാൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ വികസനം എന്ന് പറയേണ്ടത്. കാരണം കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യത്തോടു കൂടിയുള്ളൊരു ജീവിത സാഹചര്യത്തെ നമുക്ക് വികസനമെന്ന് നിർവചിക്കാൻ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഈ പ്രശ്നത്തെ സമീപിക്കണം. ഈ പ്രശ്നത്തെ സമഗ്രമായി സമീപിക്കുന്നില്ല എന്നുള്ളതാണ് ഏത് പ്രശ്നങ്ങളെ പോലെ തന്നെ കേരളത്തിൻ്റെ ഈ പ്രശ്നത്തിൻ്റെയും ദുർവിധി. അതീവ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഇത്തവണ ചതുരംഗം ചർച്ച ചെയ്തത്. നമുക്ക് വേണം KSRTC, പക്ഷേ കൂടുതൽ ആളുകൾ KSRTCയെ ആശ്രയിക്കാതെ മാറി നിൽക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. വിശ്വസിക്കാൻ കൊള്ളാത്ത സർവീസുകൾ, ഒപ്പം തന്നെ വഴിയിൽ കിടക്കുമോ എന്ന ആശങ്ക തുടങ്ങിയ ആശങ്കയോടുകൂടി KSRTCയിൽ നിന്ന് ജനം അകലുമ്പോൾ KSRTC ആണെങ്കിൽ കൂടുതൽ നഷ്ടത്തിലേക്ക് പോകുന്നു. കട്ടപ്പുറത്ത് KSRTC എന്ന ഒരു വാക്ക് അന്വർത്ഥമാകുന്ന രീതിയിലേക്ക് പോകുന്നു. അത് മാറണം. കേരളത്തിന് വേണം KSRTC, ഈ പൊതുഗതാഗത സംവിധാനം. അതിനുള്ള മാറ്റങ്ങൾ വൈകാതെ ഉണ്ടാകട്ടെ, അത് ഫലപ്രാപ്തിയിലെത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനെത്തിയത് ശ്രീ P. കൃഷ്ണകുമാർ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് രവി പ്രകാശ്. ഹൃദയപൂർവ്വം രണ്ടുപേർക്കും നന്ദി പറയുന്നു. നന്ദി.